ഞാൻ നിങ്ങളെ ഹൃദയത്തെ ക്ഷണിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം ഇത് ഇന്ന് വൈകുന്നേരത്തോടെ സോഷ്യൽ മീഡിയ കയറും. സ്വദേശപരമായ എന്തു തരം അഭിപ്രായങ്ങൾക്കും ഞാനുണ്ടാവും. തർക്കവിതർക്കങ്ങൾക്കില്ല. എന്തുകൊണ്ട്? ശർക്കരയുടെ മധുരത്തിൽ തർക്കമില്ല. അത് വായിൽ ശർക്കര വെക്കാത്തതുകൊണ്ട് മാത്രമാണ്. ശർക്കര അവർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യല്ലാതെ എൻ്റെ കയ്യിലൊരു പരിഹാരമില്ല. പക്ഷെ നിങ്ങൾ നിഷ്പക്ഷമായി ഈ പറഞ്ഞത് വിലയിരുത്തി ചിന്തിക്കണം. ആർക്കും ഈ പ്രസംഗം നടത്തുന്നത് നിങ്ങൾക്കൊന്നു വേണ്ടി മാത്രമൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ലൊരു കീഴ്വഴക്കം ചെയ്തു. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു സംഘാടകർക്ക് എൻ്റെ ബുദ്ധിമുട്ടിനെ ലഘൂകരിക്കാനാണെന്നത്. അപ്പോൾ തന്നെ അത് എണീറ്റ് നിന്നിട്ട് ആ വാക്കം കൂടെ എഡിറ്റ് ചെയ്താലോ എന്ന് എനിക്കങ്ങനെ തോന്നായല്ല. പിന്നെ ഞാൻ സസിൽ എണീക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ വാക്ക് സ്വാഗതത്തിൽ പറയേണ്ടില്ലായിരുന്നു. സ്വാഗതത്തിൽ പറഞ്ഞിടത്തൊക്കെ ഉഷാറായിട്ടുണ്ട്. ആ ഒരു വാക്ക് എഡിറ്റ് ചെയ്യായിരുന്നു. ഇത് സംഘാടകരിൽ കർമ്മത്തെ അധ്വാനം ലഘൂകരിക്കാനല്ല, എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഇതുണ്ടാവണം. ഇത് നമ്മുടെ നബിയാണ് മുഹമ്മദ്. അങ്ങനെ തന്നെയല്ലേ? പറ, അങ്ങനെയല്ലേ? തീർച്ചയായും ഈ പൈസ മുഴുവനും കൊടുക്കാൻ കഴിയുന്ന ഒരാൾ കുറ്റ്യാടിയിലുണ്ടാവും. ഉണ്ടെന്ന് എനിക്കറിയാം. കുറ്റ്യാടി അല്ലാഹു നിഅമത്ത് ചെയ്ത നാടാണ്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? എമ്പാടും അല്ലാഹു നിഅമത്ത് ചെയ്ത നാടാണ് കുറ്റ്യാടി. നിഅമത്തുള്ളവരുണ്ട്, കൊടുക്കാൻ സന്നദ്ധരുണ്ട്. എത്ര നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഈ ഒരു പള്ളി ഇപ്പോൾ ഒരു കൊല്ലായി ഉദ്ഘാടനം ചെയ്ത് ഒരു കൊല്ലായിട്ടില്ല അല്ലേ? ജനുവരിയിലെ ഉദ്ഘാടനം. ഈ നാട്ടുകാർ തന്നെ 3 കോടിയിലേറെ രൂപ ചെലവാക്കി, പുറത്തുനിന്നൊന്നും പൈസ വാങ്ങാതെ. അങ്ങനെ തന്നെയല്ലേ? പറ. അത്ര ഒന്നും ബുദ്ധിമുട്ടായെങ്കിൽ കുളങ്ങര താഴെപ്പള്ളി അൽഹംദുലില്ലാ, അത് വലിയൊരു ഇസ്സത്താണ്. അള്ളാഹു അങ്ങനെ എല്ലാം മനോഹരമാക്കിയൊരു നാടാണ് ഈ നാട്. അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ നിർബന്ധമായിട്ട് ഇതിലുണ്ടാവണം. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകണം. ഇത് നമ്മുടെ നബിയാണ് മുഹമ്മദ് മുസ്തഫ, നമ്മുടെ നബിയാണ്. അപ്പം നമ്മുടേതാണ്, ഓരോന്നും നമ്മുടേതാവണം, നമ്മുടെ തന്നെ ആവണം. അത് നമ്മുടെ നബിയാണ്. ഇതിനേക്കാൾ വിപുലമായും ഭംഗിയായും നടത്തണം. നല്ല നല്ല മനോഹരമായി പാട്ട് പാടാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് അടുത്ത വർഷം ഇതൊന്നുകൂടെ മനോഹരമാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല മനോഹരമായ പാട്ട് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി യാത്ര പോകും, അപ്പോൾ ഭക്ഷണം പോലും കഴിക്കാനുണ്ടാവില്ല. ചില ആളുകൾക്ക് ചെരുപ്പുണ്ടാവില്ല. ചെരുപ്പൊക്കെ യാത്രയുടെ തുടക്കത്തിലുണ്ടാവും. പിന്നെ ഒട്ടകവും കഴുതയൊന്നും വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട്, കുതിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്ര പോകും നബിയും സ്വഹാബത്തും. ചില ഒസുവാത്തുകൾക്ക് വേണ്ടി, മനസ്സിലായില്ലോ, ചില പ്രദേശങ്ങളിലെ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി റസൂൽ യാത്ര. അതാണ് റസൂലുള്ളാഹിയുടെ യുദ്ധങ്ങൾ. അല്ലാതെ റസൂലുള്ളാഹിയുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കൻ യുദ്ധവുമായി അത് കമ്പയർ ചെയ്യാൻ പാടില്ല. അതല്ല മുസ്തഫ നബിയുടെ യുദ്ധം. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിയുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് യുദ്ധമല്ല, പകരം സമാധാനത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ്. അത് പിന്നെ സ്വാഭാവികമായും ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അത് ആ യാത്രയിൽ മുസ്തഫ ഭക്ഷണം ഉണ്ടാവില്ല. സ്വാഭാവികമല്ലേ, ഭക്ഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ യാത്ര പോകും. നടന്ന് അങ്ങനെ പോകും. പിന്നെ യാത്രക്കാർ ക്ഷീണിക്കും, പിന്നെ ഒട്ടകങ്ങളും ക്ഷീണിക്കും. പിന്നെ യാത്ര എന്നുള്ളത് ദാഹാർത്തന്റെ നിശ്വാസം മാത്രമാവും. വിശക്കുന്നവന്റെ നിശ്വാസവും ദാഹാർത്തന്റെ നിശ്വാസവും. ഒട്ടകം പോലും തളർന്നു തുടങ്ങും. അപ്പോൾ പുണ്യനബി ചോദിക്കും, മയ്യുരീഹുന, ആരാണൊന്ന് സന്തോഷിപ്പിക്കുക, ആരാ ഒന്ന് ആശ്വസിപ്പിക്കുക, ആരാണൊന്ന് വിശ്രമിപ്പിക്കുക, ആരാണെന്ന് മനസ്സിനെ ആനന്ദിപ്പിക്കുക എന്ന് പുണ്യ റസൂൽ. അപ്പോൾ ഒരാൾ പാട്ടുകാർ അനുഗമിക്കും യാത്രയെ, മുത്തുനബിയുടെ യാത്രയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖുമു വാഹിദുൻ, അപ്പോൾ ഒരാൾ പാട്ട് പാടാൻ തുടങ്ങും. അതോടുകൂടെ നടത്തത്തിൻ്റെ മർമ്മരം പോലും ഇല്ലാതെയാകും, ശബ്ദം പോലും ഇല്ലാതെ നടക്കും, പാട്ട് ലയിച്ചു. അങ്ങനെ പാടിയ പാട്ടുകളാണ് മദ്ഹുൽ മുസ്തഫ. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء فإن أبي
ووالدتي وعرضي لكل فإن أبي ووالدتي وعرضي لعرض محمد منكم وقاء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നബിയുടെ പാട്ടുകാരിൽ നേതാവാണ് ഹസ്സാൻ. പൂങ്കുയില ഹസ്സാൻ. ഒരിക്കൽ മുഖൗഖിസ് രാജാവിന് അലക്സാണ്ട്രിയയിലേക്ക് കത്തയച്ചു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളണമെന്ന് കത്തയച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷെ അയാൾക്ക് നബിയോട് പണ്ടേ ബഹുമാനമായിരുന്നു. മുഖൗഖിസ് പാരിതോഷികങ്ങൾ കൊടുത്തയച്ചു. മനസ്സിലായില്ലേ? ആ പാരിതോഷികങ്ങൾ എപ്പോഴും നബി സ്വീകരിക്കും, അങ്ങോട്ടും കൊടുത്തയക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ പാരിതോഷികങ്ങളിൽ സുന്ദരി കുലസായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു, സിരീൻ. ആ സിരീൻ മദീനയിലെത്തിയപ്പോൾ ഹസ്സാനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വക സമ്മാനം നിനക്ക്, നീ ഭാര്യയാക്കിക്കോ എന്ന് പറഞ്ഞു. ആരോട്? ഹസ്സാനോട് റളിയല്ലാഹു. നബിയുടെ പൂങ്കുയിലാണ് ആര്? ഹസ്സാൻ റളിയല്ലാഹു അൻഹു. കോപ്റ്റിക് വംശജയായ ഈജിപ്ഷ്യൻ വനിത, സുന്ദരി കുലസായ പെൺകുട്ടിയായിരുന്നു സിരീൻ. പേര് പോലെ മനോഹാരിതയുള്ളവൾ. ആ സിരീനെ പിന്നെ ഭാര്യയാക്കാൻ വേണ്ടി താൻ തന്നെ ഹദിയ കൊടുത്തു. ആർക്ക്? മുഖൗഖിസ് തനിക്ക് ഹദിയ തന്നു. ആ ഹദിയയെ മുത്ത് മുഹമ്മദ് മുസ്തഫ ഹസ്സാന് കൊടുത്തു റളിയല്ലാഹു അൻഹു. പാട്ടുകാരുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞത്, ഇടക്കേറി പറഞ്ഞതാ, പാട്ട് വേണം, നല്ല നല്ല പാട്ട് വേണം. മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് 3 മിനിറ്റ് പാട്ട് പാടലാണ്. മനസ്സിങ്ങോട്ട് കയറി വരും, വല്ലാത്ത കയറ്റം കയറും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ പറയുന്ന ഏതോ സിനിമ പാട്ടല്ല ഞാൻ പറയുന്നത്. പാട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ലയാണ്. 2 തരം ആരിഫീങ്ങളാണ്. ഒന്ന് ഇൽമിൽ ലയിച്ചവർ, 2 ഇഷ്കിൽ ലയിച്ചവർ. 2ഉം ഒരേ കാലക്കാരാണ്. ഒന്ന് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളും ഒന്ന് ഖാജാ തങ്ങളും. ഇവർ തമ്മിൽ 20 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഒന്ന് ഇൽമിൽ ലയിച്ച ആളാണ്, ഒന്ന് പാട്ടിൽ ലയിച്ച ആളാണ്. ആ 2 നാടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബഗ്ദാദ് ഇപ്പോഴും ഇൽമിൻ്റെ കേന്ദ്രമാണ്, അജ്മീർ ഇപ്പോഴും പാട്ടിൻ്റെ കേന്ദ്രം. അങ്ങനെ തന്നെയാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? 2ഉം ദീനാണ്. ഇത് 2 മുത്ത് നബി എന്നാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ. അപ്പോൾ പാട്ടുമുണ്ടാണ്. നല്ല 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 ശബ്ദമുള്ള ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. റൗളയുടെ മുന്നിൽ പോയി നിന്നു മഹാനായ ഉമർ ഖാലി. ഉറക്കെ പറ, മഹാനായ ഉമർ ഖാലി. എന്നിട്ട് പാട്ട് പാടി. എന്താ പാട്ടിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ വരിക്കും ഒരു കൊല്ലം വ്യാഖ്യാനിക്കണം. عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدلس مسجد اللاهوت كم من لدني هواه علوما صلوا عليه وسلموا تسليما. കവാടത്തിന്റെ ഇരുമ്പ് ചങ്ങല പൊട്ടി. മുത്തുനബിയുടെ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥം പറയാൻ വേണ്ടി ഇനി ഒരു 100 രൂപ വേറെ കൊടുക്കണം. അത് ഈ 100 രൂപയിൽ പെടില്ല, അത് വേറെ 100 രൂപ കൊടുക്കണം. അത് ഈ 100 രൂപ ശരിയാവില്ല, അത് വേറെയാ. അത് പറയാൻ വേണ്ടി ഈ 4 വരിയുടെ അർത്ഥം പറയാൻ നിങ്ങൾ എന്നെ 40 ദിവസം വിളിച്ചാൽ ഞാൻ 40 ദിവസം ഈ 4 വരിൻ്റെ അർത്ഥം പറയും ഇൻഷാ അല്ലാഹ്. എൻ്റെ ഫഖർ പറയല്ല, എൻ്റെ ഹൃദയത്തിൽ പടച്ചോൻ തന്ന ചില കാര്യങ്ങൾ പറയാം. അത്രയും വലിയ عجائب عالم الملكوت وسرائر الناسوت والجبروت
عينا مدرسا مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما اللهم صل وسلم. വല്ലാത്ത പാട്ടാണല്ലോ, വല്ലാത്ത പാട്ടാണ്. ആ പാട്ട് എഴുതി, ആ പാട്ട് അവിടെ നിന്ന് ചൊല്ലി, അല്ലോ വല്ലാത്തൊരു പാട്ടാണ്. ആ പാട്ട് നൂറ്റാണ്ടുകൾ ഇങ്ങനെ നിന്നു കേരളത്തിൽ. അവർ ആ പാട്ടിന് വലിയൊരു നമുക്കൊരു അഭിമാനമുണ്ട്. അത്ഭുതകരമായി ഈ പാട്ട് പാടിയാൽ നമ്മുടെ നാട്ടുകാരാണ് വെളിയങ്കോട്ട് മർക്കാലിയാണ്. ആ പാട്ട് പിന്നെ കേരളത്തിൽ അങ്ങനെ നിന്നു, പൊട്ടിക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. അത് പിന്നെ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖാണ് പൊട്ടിച്ചത്. താനൂർ അബ്ദുറഹ്മാൻ നക്ഷബന്ദി എന്നൊരു മഹാനുണ്ടായിരുന്നു, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തിന് ശേഷം ആത്മജ്ഞാനമുള്ള അങ്ങനെ ഒരാൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഷംസുൽ ഉലമ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ അവർ ഈ ചിന്തിക്കണം, അവരാണ് വാക്കുകൾ പിന്നെ പൊട്ടിച്ചത്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും രണ്ട് തരം ഞാൻ വിഷയത്തിലേക്ക് കയറി വരികയാണ്. രണ്ട് തരം ദീനുണ്ട്. ഒന്ന് ചെയ്താൽ പൂർത്തിയാക്കാൻ കഴിയുന്നത്, ഒന്ന് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്തത്. അതേതാണ്? അമലിയാത്ത് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയും. നിസ്കാരം, നോമ്പ് പൂർത്തിയാക്കാൻ കഴിയും. ഇനി സലാം വീട്ടലുണ്ട്, നിസ്കാരത്തിൽ സലാം വീട്ടലുണ്ട്, നോമ്പിന് നോമ്പ് തുറക്കലുണ്ട്, കഴിഞ്ഞു. ഹജ്ജിലുണ്ട്, അങ്ങനെ തന്നെയല്ലേ? കുപ്പായം മാറ്റാം, കഴിഞ്ഞ്. ഇഫാദത്തിന് തവാഫും ചെയ്ത്, സഅയും ചെയ്ത്, മുടിയെടുത്ത് നേരത്തെ, പിന്നെ ബിദാഇന്റെ തവാഫ് കൂടെ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, ഹജ്ജായി, ഹജ്ജ് കഴിഞ്ഞു. പൂർത്തിയാക്കാൻ കഴിയുന്ന ദീനുണ്ട്, പൂർത്തിയാക്കാൻ കഴിയാത്ത ദീനുമുണ്ട്. അതിൽ തൊടാനേ കഴിയൂ, അതിന് വിരമിക്കാൻ കഴിയില്ല. തൊട്ടുണ്ടേ പോകും. ആ തൊടുന്ന തൊടൽ പിന്നെ അള്ളാഹു നമ്മുടെ വിരൽ പിടിച്ചുകൊണ്ട് വലിക്കാം, മുത്തുനബി ഏൽപ്പിക്കും. അതാണ് ഷഫാഅത്ത്. അതാണ് ഷഫാഅത്ത്. അതിന്മേൽ നമ്മൾ തൊട്ട് നിൽക്കും, നമുക്ക് അവിടുന്ന് സലാം പറയാൻ കഴിയില്ല. ആ വിരൽ പിന്നെ നബി അങ്ങോട്ട് പിടിച്ചു വെക്കും, അങ്ങോട്ട് പോരാൻ. അതിനാണ് എന്ത് പറയുക? ഷഫാഅത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് രണ്ടാളെക്കുറിച്ചുള്ള വിവരമാണ്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചും, ഒന്ന് അള്ളാഹുവിൻ്റെ. ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല, തൊട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. പിന്നല്ലേ പൂർത്തിയാക്കൽ? ഒരു വിരലിനപ്പുറം പോകില്ല, വിരൽ പോയിട്ട് വിരൽ കൂടി പോകില്ല. ഈ ഇരിക്കുന്ന എല്ലാവർക്കും കൂടിയാൽ, ഇന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും കൂടിയാൽ മുത്ത് റസൂലുള്ളാഹി എന്ന മഹാമനുഷ്യൻ്റെ വിരൽ കൂടിയുടെ വിജ്ഞാനമല്ല എന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ ഒരു വിവരം. ആരും കൂടിയാലും കിട്ടൂല, ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കേരളത്തിലുള്ള എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവരും കൂടിയാൽ പുണ്യ റസൂലിന്റെ വിരൽ കൂടി പോലും പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ഫീമാനികൽ അനാമു ഖത്താബാദത് ഹായിരീന അൻത ലി റുസുലി ഖിതാമു അൻത ലിൽ മൗലാ ശകൂറു യാ നബി സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹി അലൈക്കും. അതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങയുടെ പൊരുൾ തേടി ഇറങ്ങിയവരെല്ലാം പരിഭ്രമിച്ച് പിന്മാറിയവരല്ലേ? അങ്ങയുടെ പൊരുൾ തേടി ഇറങ്ങിയവരെല്ലാം പരിഭ്രമിച്ച് പിന്മാറിയവരല്ലേ? എല്ലാവരും പരിഭ്രമിച്ച് പിന്മാറിയവരല്ലേ? ആർക്കാണ് അങ്ങയുടെ പൊരുൾ തിരിഞ്ഞത്? മുഹമ്മദ്. അല്ലാഹു പ്രപഞ്ചത്തിനൊരു സത്ത നൽകി, അതാണ് മുഹമ്മദ്. അവൻ അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദിൽ എന്ത് ചെയ്തു? ഹാഇൻ്റെയും ദാലിൻ്റെയും ഇടയിൽ മീമിനങ്ങോട്ട് കയറ്റി, അതാണ് അഹമ്മദ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ആവോ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അലിഫ് എന്ന ആദ്യാക്ഷരി മാറ്റിയാൽ ഹാഉം ദാലുമാണ്. അതിൻ്റെ ഇടയിൽ
മീമിനെ അങ്ങോട്ട് കയറ്റി. പിന്നെ ആ മീമിനെ വേറിട്ടെടുത്തിട്ട് മീമ കൊണ്ട് തുടങ്ങി മുഹമ്മദായി. ആ മീമിൽ ബിസ്മി അവസാനിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ മീമിൽ അലിഫ് ലാം മീം അവസാനിച്ചു. അലിഫ് ലാം മീം. ആ മീമിൽ ഖുർആന്റെ സിർ അവസാനിച്ചു. ഏതാ ഖുർആന്റെ? എന്താ ഖുർആന്റെ സിർ? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മീമിൽ അവസാനിച്ചു. മീമിൽ അവസാനിച്ചു. ചിന്തിക്ക്. ഇത് ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാബദൻ അദീലൻ മൻ ഇലൽ മാലിയാൽ ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാബദൻ അദീലൻ മൻ ഇലൽ മാലിയാൽ. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യന്റെ ഒരു രോമക്കുട്ട് കിട്ടിയാൽ ഒന്ന് ചുംബിക്കായിരുന്നു. അല്ലാ, ഇത് പാടാൻ വേണ്ടി, ഇത് എഴുതാൻ വേണ്ടി അദ്ദേഹം 7 കൊല്ലത്തോളം റൗളയിൽ പാർത്തു. ഉമറുൽ ഖാഹിരി, അല്ലാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അവർ കായൽ പട്ടണത്തുകാരാണ്. കായൽ പട്ടണമല്ല, കാഹിറ പട്ടണമാണ്. അവിടുന്ന് കുടിയേറിയതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? അവരാണ് ഉമറുൽ ഖാഹിരി. മനസ്സിലായില്ലേ നിങ്ങൾ? അവരെഴുതിയതാണിത്. ഇതിനു വേണ്ടി റൗളയിൽ 7 കൊല്ലം പാർത്തു, രാവും പകലും ഇതെഴുതാൻ. ഏത്? ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാബദൻ അദീലൻ മൻ ഇലൽ മാലിയാൽ. ഐനു ഐനിൻ, ഇത് സത്തയുടെയും സത്തയല്ലോ. ഇത് ഐനു ഹഖിൻ, ഇത് ഐനു ഹഖിൻ, ഹഖ് തആല പ്രപഞ്ചത്തിന് നൽകിയ സത്തയല്ലോ. മുഹമ്മദ് 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 മുഹമ്മദ്. അത് പഠിച്ചു തീർക്കാൻ കഴിയുകയില്ല. അഹമ്മദ് എന്ന് പഠിച്ചു തീർക്കാൻ കഴിയുകയില്ല, പഠിച്ചു തീരുകയില്ല. അഹമ്മദ് എന്നത് പഠിച്ചു തീരുകയില്ല. ഞങ്ങൾ ഈ കൊല്ലം കുറച്ച് മുസ്ലിയാക്കന്മാർ കൂടിയിരുന്ന് അഹമ്മദ് പഠിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സഫർ മുതൽ ഈ മിനിഞ്ഞാന്ന് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയും. എന്ത്? കേരളത്തിലെ പ്രഗത്ഭരായ കുറച്ച് ആളുകൾ കൂടി, അക്കൂട്ടത്തിലൊരു സാധുവായ ഞാനൊന്നു കൂടി. എന്ത് പഠിച്ചു? അഹമ്മദ്. എന്നിട്ട് തോറ്റു. കഴിയില്ല, നടക്കൂല. ഇത് ഐനു ഐനിൻ, ഇത് സത്തയുടെ സത്തയല്ലോ. ഇത് ഐനു ഹഖിൻ, ഇത് ഹഖ് തആല ഭൂമിയിലേക്ക് നൽകിയ. ഭൂമി എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യണം, അറിയാതെ പറഞ്ഞു ഏതാണ്. ഭൂമിയല്ല, പ്രപഞ്ചം. വമാ അർസൽനാക ഇല്ലാ ലിൽ ആലമീൻ. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ. കുഞ്ഞുമോനെ, നീ ഖുർആനിലേക്ക് ഇറങ്ങി നോക്ക്. അള്ളാന്റെ ഹബീബിനെ പറ്റിയല്ല എന്താണ് ഖുർആനിൽ പറഞ്ഞത്? എല്ലാം അള്ളാന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ മുഴുവനും മുഹമ്മദാണ്. ഫാത്തിഹ മൊത്തം മുഹമ്മദാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ. ബിസ്മിയല്ല ഒന്നാമത്തെ ആയത്ത്. ബിസ്മിയല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ റഹ്മത്തിൽ അധിഷ്ഠിതമാണ്, റഹീം റഹ്മത്തിൽ അധിഷ്ഠിതമാണ്. റഹ്മാനിൽ റഹ്മത്ത് പേറിയാണ് റഹ്മാൻ നിൽക്കുന്നത്, റഹ്മത്ത് പേറിയാണ് റഹീം നിൽക്കുന്നത്. അല്ലാഹു ഒരു തവണയാണ്, റഹ്മത്ത് 2 തവണയാണ്. റഹ്മത്തോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സ്വലാത്തുല്ലാഹ്